ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓറീസയിൽ നിന്നും ചെലമസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകളിപ്പോൾ UK-യിലാകുന്നു. ആ മകളും കുടുംബവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, ആ കുടുംബത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്, ദൈവിക വിടുതലുകൾ വെളിപ്പെടേണ്ടതിനായിട്ട്, അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കൊടുക്കുകയും അവർ ദൈവത്തെ അറിഞ്ഞ് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഓറീസയിൽ ചെലമസസ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം തനിക്ക് എഴുതി കിട്ടേണ്ടതിനായിട്ടും ദൈവം അതിനകത്തൊരു ഭയങ്കര ദൈവപ്രവൃത്തി അയക്കുകയും ചെലമസസിന് പൂർണ്ണ സമാധാനവും സന്തോഷവും കൊടുക്കേണ്ടതിനായിട്ടും, തൻ്റെ ഹസ്ബൻഡ് പൂർണ്ണമായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ടതിനായിട്ടും, തൻ്റെ മകനും കുടുംബവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം ആർക്കും കടക്കാനല്ല. ദൈവത്തിൻ്റെ കരം നിശ്ചയമായി വെളിപ്പെടും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത ഈ എപ്പിസോഡിൽ വെളിപ്പെട്ട് വരണമേ അപ്പാ. കർത്താവെ, അങ്ങ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടട്ടെ, അങ്ങയുടെ കരം വെളിപ്പെട്ട് വരട്ടെ അപ്പാ. അങ്ങ് ഇപ്പോൾ തന്നെ ചെലമസസിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകളും കുടുംബവും അനുഗ്രഹത്തോടെ ജീവിക്കാൻ, ഒരു ഭവനം ലഭിക്കേണ്ടതിനായിട്ട്, ഒരു തലമുറ ലഭിക്കേണ്ടതിനായി അവരെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ അപ്പാ. അവരുടെ പ്രശ്നങ്ങൾ മാറ്റണമേ അപ്പാ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. ചെലമസസ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. ആ വഴി അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിന് വലിയൊരു മാനസാന്തരം ദൈവം മുമ്പോട്ട് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകനെയും കുടുംബത്തെയും ദൈവം മാനിക്കണമേ അപ്പാ. കർത്താവെ, മകളെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ വിഷയത്തിനകത്തും മാനിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ തന്നതിനായി നന്ദി. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. ഇന്നത്തെ എൻ്റെ ചിന്ത, ദൈവം കരം പിടിച്ചെഴുന്നേൽപ്പിക്കും. അടുത്തു വന്ന് കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു, അറിയാം, പ്രതികരിക്കുന്നവന് വേണ്ടി അടുത്ത മാസം കർത്താവ് അടുത്ത് വന്ന് കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് ഓരോ മിനിറ്റിൽ നിങ്ങളുടെ മേളിൽ സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര വർഷമായി എന്നുള്ളത് വിഷയമല്ല. ദൈവശബ്ദം, അറിയാം, നാറ്റം വെച്ചെന്നുള്ളത് വിഷയമല്ല, പഴക്കം വന്നതുള്ള വിഷയമല്ല. ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ഈ മിനിറ്റിൽ ആമേൻ പറയണം. നമ്മൾ കുറിവാക്യമായിട്ട് ചിന്തിക്കുന്നത് ഹല്ലേലൂയ, മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. അല്ലെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ പറഞ്ഞമെന്ന് ഓർപ്പിക്കുന്നു. 30-31 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ എത്ര പേർ ഇന്ന് വൈകിട്ട് ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നവരുണ്ട്? നിങ്ങൾ അറിയാം, എവിടെ നിന്നാണ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളം തുറന്നുകൊണ്ട് കർത്താവിനോടൊരു വിഷയം പറഞ്ഞാൽ എൻ്റെ കർത്താവ് അത് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. അവനോട് എന്തെങ്കിലും നിങ്ങൾ മുട്ടിപ്പായിട്ട് പറഞ്ഞാൽ, കർത്താവിനോട് എന്തെങ്കിലും വിശ്വാസത്തോടു കൂടെ പറഞ്ഞാൽ, അറിയാം, എൻ്റെ കർത്താവ് ഒരിക്കലും ആ വിഷയത്തെ മറുപടി തരാതിരിക്കത്തില്ല. ഒരിക്കലും മറുപടി തരാതിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഈ അനേകരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ മറുപടി അടുത്തേതോ മിനിറ്റുകളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അത് കാണാൻ പറ്റുന്നവരുണ്ടോ? അത് സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? അങ്ങനെ ഉള്ളവർ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ആരാധന വ്യത്യസ്തമായിരിക്കും. കാരണം നീ പറഞ്ഞത് വിഗ്രഹത്തോടല്ല, നീ പറഞ്ഞത് ജീവനില്ലാത്ത ദൈവത്തോടല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരെ നിലവിളിക്കും തുറന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് കൊണ്ടൊന്ന് പറഞ്ഞ്, ഇന്നത്തെ പ്രാർത്ഥനയിൽ ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അറിയാം, നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. എൻ്റെ കർത്താവിന്റെ കണ്ണ് നിന്റെ മേലാണ്. എൻ്റെ കർത്താവിൻ്റെ ചെവി നിന്നിലേക്ക് തുറന്നിരിക്കുകയാണ്. നീ എന്താണോ പ്രാർത്ഥനയിൽ ഉള്ളമുരുകി പറയുന്നത് അതിനൊരു മറുപടി. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ആർക്കൊക്കെയോ ഈ മിനിറ്റിൽ തന്നെ മറുപടി വരികയാണ്. ആർക്കൊക്കെയോ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ആഴമായി ചലിക്കുന്നത് എനിക്ക് കാണാം. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. വ്യക്തമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ട്. അറിയുക. അടുത്ത വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 31-ാമത്തെ വാക്യം, അവൻ അടുത്ത് ചെന്നു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരെയൊക്കെ അടുക്കൽ ഇപ്പോൾ കർത്താവുണ്ട്,
ആരൊക്കെ അടുക്കൽ ഇപ്പോൾ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ. ആ നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത്, ഒറ്റപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത്, ആരും സഹായിക്കാനില്ലാത്ത നിന്റെ ജീവിതത്തിനകത്ത് എൻ്റെ കർത്താവ് അടുത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തോസുടിയറെ അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഒരുപക്ഷെ രോഗം പിടിച്ച് ഹല്ലേലൂയ അവളുടെ കൈ ബലഹീനമായിരിക്കാം. ഹല്ലേലൂയ. കൈ ഉയർത്താൻ പോലും പറ്റാത്ത അനുഭവത്തിലായിരിക്കാം. ഇന്നത്തെ സീസണിലാണെങ്കിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങൾ കഠിനമായ പനിയാന്നൊക്കെ പറഞ്ഞ കോവിഡൊക്കെ ഉള്ളത് കൊണ്ട് അറിയാം, നമ്മളെല്ലാം ഒന്ന് അകലം പ്രാപിക്കും, അടുത്ത് ചെല്ലത്തില്ല. പക്ഷെ ഇതിനകത്തൊരാളെ ഞാൻ വിളിച്ചു പറയാം, എത്ര കഠിന രോഗമാണെങ്കിലും എൻ്റെ കർത്താവിനെ ആ വിഷയം ഏൽപ്പിച്ചാൽ അവൻ അടുത്ത് വരും. സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ സ്വീകരിച്ചോ. എൻ്റെ കർത്താവ് നിന്റെ അടുത്തോട്ട് വരികയാണ്. ലോകക്കാരെല്ലാം അകലുന്ന സമയങ്ങളുണ്ട് കേട്ടോ. പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ പലവരും, ഉറ്റവരും സ്നേഹിച്ചവരും ഒക്കെ അകലും. പക്ഷെ നീ കർത്താവിനെ ഉള്ളം തുറന്ന് വിളിക്കുന്നെങ്കിൽ, മനമൊരുകിയാ വിളിക്കുന്നെങ്കിൽ, 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം പറയുന്നു, അറിയാം മനസ്സ് തകർന്നവരെ, അറിയാം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അറിയാം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിന്റെ അടുക്കലുണ്ട്. അറിയാം നിന്റെ വേദന കണ്ട, നിന്റെ വിഷയത്തിനകത്ത് മറുപടി തരാൻ എൻ്റെ കർത്താവ് ഇന്ന് വൈകിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്വീകരിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ. അവൻ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് ആരേക്ക് അടുക്കലേക്ക് കർത്താവ് വരികയാണ്. അവൻ അടുത്ത് വന്നു, അറിയാം കരം പിടിച്ച് ഹല്ലേലൂയ അവളെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പനി അവളെ വിട്ടുമാറി. അറിയാം ഇതാ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച ആ സമയത്തിൽ തന്നെ ദിവസങ്ങൾ വിടത്തില്ലെന്നും എഴുന്നേൽപ്പിക്കത്തില്ലെന്നും പറഞ്ഞ പനി അങ്ങ് വിട്ടുമാറി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ കർത്താവിന്റെ ശബ്ദത്തിനകത്ത് കർത്താവ് നിങ്ങളെ തൊട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അറിയാം, വിശ്വസിച്ചോ, ചിലത് വിട്ടുമാറും. ഇന്ന് വൈകിട്ട് നിന്റെ രോഗമായിരിക്കാം അത്, നിന്റെ പ്രതികൂലമായിരിക്കാം അത്, നിന്റെ പ്രശ്നമായിരിക്കാം അത്, നാളുകളായിട്ട് നിന്റെ അലട്ടുന്ന ഏത് വിഷയമാണോ, ഇന്ന് വൈകിട്ട് കർത്താവ് നിന്നെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടു മാറിയിരിക്കും. ഓ ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. കർത്താവിന്റെ പ്രത്യേകത ഞാൻ പ്രസംഗിക്കുന്നത്, ദൈവം അതിനെ ഹല്ലേലൂയ നിന്നിൽ നിന്ന് മാറ്റുവാൻ പോവുകയാണ്. ദൈവം അത് നിന്നിൽ നിന്ന് ഹല്ലേലൂയ നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് എൻ്റെ കൂടുന്ന പ്രാർത്ഥനയോടുകൂടെ, കർത്താവെ എന്നെ സ്വതന്ത്രമാക്കുന്നതിനായി നന്ദി, എന്നെ വിടുവിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. കർത്താവെ അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി, അങ്ങയുടെ കരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥനയോടെ പനി അവളെ വിട്ടുമാറി. ഹല്ലേലൂയ. അടുത്ത വാക്യം, ആ വാക്യത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. അവൾ അവരെ ശുശ്രൂഷിച്ചു. അവൾ അവരെ ശുശ്രൂഷിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രിയരെ നിങ്ങളുടെ രോഗം മാറേണ്ടത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കൊരു വിടുതൽ തരേണ്ടത്? കർത്താവ് വിടുതൽ തരുമ്പോൾ ആലോചിച്ചോ. അറിയാം പെട്ടെന്ന് സൂം മീറ്റിംഗ് എല്ലാം കളഞ്ഞു, അറിയാം പാസേ ജോലി കിട്ടി, ഇനി ഭയങ്കര തിരക്കാന്ന് പറയാനല്ല. അറിയാം അവൾ അവരെ ശുശ്രൂഷിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വിടുതലിനകത്ത് നിങ്ങൾ ദൈവത്തോട് വീണ്ടും വിശ്വസ്ത പുലർത്തുമെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് വീണ്ടും അടുക്കുമെങ്കിൽ, ദൈവം നിങ്ങളിലൂടെ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വൈകിട്ട് വിശ്വസിക്കാമെങ്കിൽ സ്വീകരിച്ചോ. എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് തരുന്ന വിടുതലുകളും നിന്റെ ഹല്ലേലൂയ ഉയർച്ചയും എൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. അടുത്ത വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകല ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അറിയാം പട്ടണമൊക്കെയും വാതിക്കൽ വന്നുകൂടി. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. പട്ടണമൊക്കെയും ആ വീട്ടിന്റെ വാതിക്കൽ വന്നു കൂടിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്താ? അമ്മായിയമ്മ സൗഖ്യമായി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞേ, കർത്താവേ എൻ്റെ ജീവിതം അങ്ങയുടെ നാമത്തിന്റെ ഉയർച്ചയാണ്. ദൈവത്തെ ഉയർത്തുന്നതിനകത്ത്, ദൈവത്തെ അറിയാം വിളിക്കുന്നതിനകത്ത് നിങ്ങൾ മാനക്കേട് വിചാരിക്കരുത്. ഒരുമിച്ച് അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് തീരുമാനത്തോടെ. അപ്പം നമ്മുടെ ചിന്ത ഈ വാക്യത്തിന്റെ ആഴത്തിനകത്ത് നിന്ന് അവൻ അടുത്തു വന്ന് അവളെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ അടുത്തു വന്ന് അവളെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചു. ഇവളെ എഴുന്നേൽപ്പിക്കാനോ ഇവളെ സൗഖ്യമായെന്ന് പറയാനോ അറിയാ, ഇവളോട് ഹല്ലേലൂയ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ അറിയാം, യേശു കരയുന്നവരോട് കരയണ്ട എന്ന് പറയാൻ യേശുവിന് ഭയങ്കര ആഗ്രഹമാണ്. അറിയാം ആ നിലകളിൽ എഴുന്നേൽപ്പിക്കാനും കണ്ണുനീര് തുടയ്ക്കാനും ഒക്കെ എൻ്റെ യേശുവിനേക്കാൾ വേറെ ഒരാളില്ല. എൻ്റെ യേശുവിനേക്കാൾ വേറെ ആളില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വൈകിട്ടത്തെ മീറ്റിംഗ് നിന്റെ എഴുന്നേൽപ്പും നിശ്ചയം, നിന്റെ വിടുതൽ നിശ്ചയമാണ്. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അപ്പൊ അവൻ അടുത്തു വന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തിനകത്ത് നിൽക്കുമ്പോൾ അറിയാം, കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ എൻ്റെയും നിങ്ങളുടെ എഴുന്നേൽപ്പാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എഴുന്നേൽപ്പിന് വിരോധമായി മിനിമം 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തി എഴുന്നേൽക്കുന്നതിന് പിന്നിൽ അവനെ പിടിച്ചിരുത്തുന്ന 4 കാര്യങ്ങൾ, അല്ലെങ്കിൽ അവനെ കിടത്തുന്ന 4 കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും. ഒന്നാമത്തത് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചതുപോലെ തന്നെ രോഗമാണ്.
രോഗമാണ് ഈ അമ്മായിയമ്മയും കിടത്തിയത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? ബൈബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേർ കിടക്കയിൽ കിടക്കുന്നത് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ അറിയാം. ഹല്ലേലൂയ. അവിടെയും ഒരു കിടപ്പ് രോഗി കാണാം. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ പ്രത്യാശ അവസാനിക്കാത്തത് കൊണ്ടാണ് അവൻ ഹല്ലേലൂയ പിൻവാങ്ങാത്തത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, അവൻ കിടക്കുന്നത് യേശു കണ്ടു എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവനോട് കർത്താവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വർഷം താമസം, ഹല്ലേലൂയ, ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. നീ ഇന്ന് വൈകിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ ഈ സമയത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 4 ദിവസമായി നാറ്റം വെച്ചു. അറിയാം, ലാസർ ഇതാ കല്ലറയ്ക്കകത്താണ്. ഹല്ലേലൂയ. ആ സഹോദരിമാർ പറയുന്നു, അവൻ നാറ്റം വെച്ചു, ഇനി വരത്തില്ല. ഹല്ലേലൂയ. ആ സമയത്തും വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കല്ലറയോട് അടുക്കുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവിന് കാലപ്പഴക്കം പ്രശ്നമല്ല, ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പ്രശ്നമല്ല. നിന്റെ കുടുംബത്തിൽ ഇന്ന് വൈകിട്ട് എൻ്റെ ദൈവം ആ പ്രശ്നം പരിഹരിക്കാൻ പോകുക. ഇന്ന് വൈകിട്ട് എൻ്റെ കർത്താവ് നിനക്കൊരു അത്ഭുതം ചെയ്യാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കും. അനേകർ രോഗത്തിനകത്ത് എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പുണ്ട്. എൻ്റെ കർത്താവ് ഇന്ന് വൈകിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കും. ഈ ദൈവശബ്ദം നിന്റെ അടുക്കൽ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം പറയും, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എത്ര പേർ ഒരുമിച്ച് എൻ്റെ കൂടെ പറയും, കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവം? കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി ചിലവരെ മേളിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥനയോടുകൂടെ, കർത്താവേ, ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ദൈവശബ്ദം ചിലവരെ എഴുന്നേൽപ്പിക്കും. ഒന്നുകൂടെ ഒരു ശബ്ദം പറഞ്ഞോട്ടെ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയുടെ വചനം കേൾപ്പിനെന്ന് ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിച്ചു പറയാൻ പറഞ്ഞു. ഇതാ ഉണങ്ങിയ അസ്ഥികളെ ദൈവശബ്ദം പ്രവചനത്തിനകത്ത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇന്ന് വൈകിട്ട് വിശ്വസിക്കാമെങ്കിൽ രോഗക്കിടക്കയിൽ നിന്ന് ആരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, വിശ്വാസത്തിൽ ഈ വചനം പറഞ്ഞു തുടങ്ങിക്കോ. ഉയരത്തിലെ ശക്തി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അത് ബന്ധനമായിരിക്കാം, അത് പ്രതികൂലമായിരിക്കാം, അത് ഹല്ലേലൂയ ആ പലവിധ മേഖലകളായിരിക്കാം. പക്ഷേ ഇന്ന് വൈകിട്ട് ദൈവവചനം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് സ്വീകരിച്ചോ. ഹല്ലേലൂയ. ഏറ്റവും വലിയ ആഴം. ഹല്ലേലൂയ. രണ്ടാമത്തെ, ഇതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പാസ ഇതിനകത്ത് എനിക്ക് ജയിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തുറന്നു വിടുക, വിശ്വാസത്തെ റിലീസ് ചെയ്യുക. യാക്കോബാണ് അതിന്റെ രഹസ്യം എഴുതുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദിനക്കാരെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുണ്ടെങ്കിൽ വർഷങ്ങൾ എഴുന്നേക്കത്തില്ലെന്നും വർഷങ്ങൾ മുമ്പോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ ആ രോഗ കിടക്കയിരുന്ന ആ വിഷയത്തിനകത്ത് ഇന്ന് വൈകിട്ട് എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. 1-ാമത്തെ മേഖല, നാളുകളായി രോഗത്തിൽ കിടന്നവർ, എഴുന്നേൽക്കാൻ പറ്റാത്തവരെ വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സ്പർശനം, വചനം, ദൈവശബ്ദം അവരെ എഴുന്നേൽപ്പിക്കുക. 2-ാമത്തെ മേഖല അറിയാം, മാനുഷിക ശബ്ദം നിന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ടാകാം. പലവരും, നിങ്ങളുടെ വീട്ടിലുള്ളവരുണ്ടാകാം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുണ്ടാകാം, നിങ്ങൾ ഇടപെട്ടവർ, ഓഫീസ് ജോലി ചെയ്യുന്നവർ, അറിയാം പലവിധ മേഖലയിൽ നിൽക്കുന്നവർ, നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവർ, നിങ്ങളെ നോക്കി നെഗറ്റീവ് പറഞ്ഞ് ഇരുത്തിക്കളഞ്ഞവർ ഉണ്ടാകാം. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാവ് പിതാവ് ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഒരിക്കലും ഉയരത്തില്ല. ഇങ്ങനെയുള്ള അനേക ശബ്ദം കേട്ടവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. ആഴമായി ഒരു പദവും എടുക്കാൻ ആഗ്രഹിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ ബന്ധനം പിടിച്ച വാക്കുകളെ പൊട്ടിച്ചുകൊണ്ട് നീ എഴുന്നേക്കാൻ പോയതിന്റെ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? അതിനും അപ്പുറത്തോട്ട് പോകത്തില്ല, ഇങ്ങനെ തീരൂ എന്നൊക്കെ പറഞ്ഞ് നാളുകളായി പറഞ്ഞു വെച്ചിരിക്കുന്ന ചിലതിനെ ഇന്ന് വൈകിട്ട് നീ പൊട്ടിക്കും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യത്തിലേക്ക് ഒരുമിച്ച് അറിയാം. യേശു സൗഖ്യദായകൻ അവന്റെ മുമ്പിലൂടെ വെളിപ്പെടുന്നു എന്ന് അവൻ കേട്ടപ്പോൾ, നടന്നു പോകുന്നു എന്ന് അവൻ അറിഞ്ഞപ്പോൾ, അവൻ വിളിച്ചു പറയാൻ തുടങ്ങി, നസറേനായ യേശുവേ, എന്നോട് കരുണ തോന്നണേ. ആ വാക്ക് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, പ്രാർത്ഥന വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, അവിടെ നിൽക്കുന്ന പുരുഷാരം മുഴുവൻ പറഞ്ഞു, മിണ്ടാതിരിക്കണം, നീ ചലിക്കരുത്, അറിയാം നിനക്കുള്ളതല്ലിത്. ഇന്ന് വൈകിട്ട് ഏതൊക്കെയോ മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഏതൊക്കെയോ ഹല്ലേലൂയ ആഴമേറിയ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ നിങ്ങളെ ഇതേപോലെ പിടിച്ചിരുത്തിയിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ അകത്ത് വീണ്ടും ബലമുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് വീണ്ടും പ്രത്യാശ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്.
ആ മാനുഷിക ശബ്ദത്തിനും അപ്പുറത്തായി നിങ്ങൾ ചലിക്കാൻ പോവുകയാണ്. എത്ര പേർ എന്റെ കൂടെ ചേർന്നുകൊണ്ട് മാനുഷിക ശബ്ദം പിടിച്ചെടുത്തുന്ന മേഖലകളുണ്ട്? അറിയാം, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞാനൊന്ന് ഒരു പദം വിളിച്ചു പറയാം. അറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഏലിയാവ് പേടിച്ചു പോയി. ഹല്ലേലൂയ. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. 3-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ ഭയപ്പെട്ടെഴുന്നേറ്റു. അവൻ ഭയപ്പെട്ടു പോയി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ന് വൈകിട്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ തലമുറയെ നോക്കി പറഞ്ഞ, നിങ്ങളെ നോക്കി പറഞ്ഞ, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളെ ഇന്നും പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ, യെസ്, കല്യാണം നടക്കാതെ നിൽക്കുന്ന ചിലരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര എഴുതിയിട്ടും ആ എക്സാം ജയിക്കാൻ പറ്റാത്തവർ, എത്ര എഴുതിയിട്ടും ആ ജോലി കിട്ടാത്തവർ, എത്രയായിട്ടും മുമ്പോട്ട് പോകാൻ പറ്റാത്തവർ, ഇന്ന് വൈകിട്ട് മാനുഷിക ശബ്ദത്തെ നീ പൊട്ടിച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുകയാണ്. ശബധന മനഘടക സന്ധര മനഘടക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ്. സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ചത് സ്വീകരിച്ചോ. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വൈകിട്ട് ഒരു എഴുന്നേൽപ്പ് നടക്കുക. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് മടങ്ങി വരാം. 49-ാമത്തെ വാക്യം. അവന്റെ നിലവിളി വീണ്ടും പൊങ്ങിയപ്പോൾ യേശു അവിടെ നിന്നു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്ന എത്ര പേര് ഒരുമിച്ച് എൻ്റെ കൂടെ പറയും? നിങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിച്ചാൽ, ഞാൻ ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇതുവരെ നിങ്ങളെ നോക്കി നെഗറ്റീവ് പറഞ്ഞവർ ഈ രാത്രി നിങ്ങൾ ഒന്നുകൂടെ ബലത്തോടെ പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ അവർ മാറ്റി പറയേണ്ടി വരും. കാരണം കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുകയാണ്. കർത്താവ് നിന്നെ വിളിക്കാൻ അവരോട് ഉള്ളത്തിൽ പ്രേരണ കൊടുക്കുകയാണ്. നിനക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വെളിപ്പെടാൻ പോകുകയാണ്. ഇതിനകത്ത് ജോലി ചെയ്യുന്ന, അറിയാം, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ചിലവരെ പ്രൊമോഷനുകൾ ഈ മിനിറ്റിൽ വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് വൈകിട്ട് എത്ര പേർ പറയും, കർത്താവേ എനിക്ക് വേണ്ടി അങ്ങൊരു വഴി തുറക്കാം. ഞാനൊരു ദൈവശബ്ദത്തിന് വേണ്ടി ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതാ. ഞാനൊരു ദൈവത്തിന്റെ വാക്ക് കേൾക്കാനായിട്ടാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ, എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, അറിയാം, മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെക്കാനായിട്ട് പ്രാർത്ഥിച്ചവരുണ്ട്, അറിയാം, ആ ജോലി നോക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. ഇന്ന് വൈകിട്ട് ആ കരം ഉയർത്തിക്കോ. നിന്റെ കൺഫർമേഷന്റെ രാത്രിയാണിത്. അപ്പോൾ ഒന്നാമത്തത് രോഗമായിരിക്കാം. രണ്ടാമത് മാനുഷിക ശബ്ദങ്ങൾ ചിലവരെ പിടിച്ചിരുത്തിയിട്ടുണ്ടാകാം. പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഒരു നന്മ വരുന്നില്ല. അല്ലെങ്കിൽ ആരെയൊക്കെ പ്രാക്കാന്ന് പറയുന്ന ചിലരുണ്ട്, ശാപമെന്ന് പറയുന്നവരുണ്ട്. അറിയാം, എനിക്കത് മാത്രം അതങ്ങോട്ട് അത് ചെയ്യാൻ വരുമ്പോൾ അവരെയൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നവർ ഇന്ന് വൈകിട്ട് അധികം പ്രാർത്ഥിച്ച ഈ ദൈവശബ്ദം നിന്നെ പൊട്ടിച്ച് പുറത്തുകൊണ്ട് വരിക. അറിയാം, ആ വാക്യം കൂടെ സ്വീകരിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എൻ്റെ കർത്താവ് നിന്നെ ശക്തീകരിക്കുകയാണ്. നീ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദാവീദിനോട് ചേർന്ന് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ നിശ്ചയമായി ഞാൻ മതിൽ ചാടിക്കിടക്കും. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. നിന്നെ അടുത്ത തലത്തിലോട്ട് ഇന്ന് വൈകിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ദൈവം അത് ചെയ്തു തന്നിരിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചിന്ത, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് മറഞ്ഞു കിടക്കുന്നതും മറച്ചു വെച്ചതും ഒക്കെ ഇന്ന് വൈകിട്ട് പൂർണ്ണമായും നേൽപ്പിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 34-35 വാക്യങ്ങൾ. അവള് ആ വിഗ്രഹത്തെ മറച്ചു വെച്ച് അതിന്റെ മേളിൽ കയറിയിരിക്കുക. ഇന്ന് വൈകിട്ടും എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളെ പാവങ്ങളെ മറച്ചു വെക്കുന്നവരാകരുത്. അത് നമ്മുടെ എഴുന്നേൽപ്പിനെ തടയും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് രഹസ്യവും പരസ്യമായിട്ട് നിൽക്കുന്നതെല്ലാം കർത്താവിന് വ്യക്തമാകണം. ഇന്ന് വൈകിട്ട് നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്, ഹല്ലേലൂയ, പലതും മറച്ചു വെച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അതിനെല്ലാം ഇന്ന് വൈകിട്ട് കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യൻ്റെ അടുത്ത് പറയേണ്ടതിനാണ്. നിങ്ങൾ ഒരുമിച്ചൊന്ന് പറഞ്ഞ, കർത്താവെ പറ്റിപ്പോയി, ഹല്ലേലൂയ, അങ്ങനെ സംഭവിച്ചു. ഇന്ന് വൈകിട്ട് അതിൻ്റെ എഴുന്നേൽപ്പിന് വിരോധമായി നിൽക്കുന്നത് കൊണ്ട് കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. യേശുവിൻ്റെ രക്തത്തിനകത്ത് ലംഘനം മറച്ചു വെച്ചിരിക്കുന്നവന് ശുഭം വരത്തില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ വിടുതൽ ലഭിക്കുന്നു നിശ്ചയമാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ, ഹല്ലേലൂയ, ആ ശുഭതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച്, ഹല്ലേലൂയ, കർത്താവിനോടൊന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടോ? യേശുവെ, അങ്ങയുടെ തിരക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേപ്പാ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ചിലവർ പറയുന്നു, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ, പഴയതുപോലെ ദൈവവചനം വായിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു എഴുന്നേൽപ്പിന് ഒരു ഭയങ്കര വിരോധം എൻ്റെ വെളിയിൽ നിൽക്കുന്നു. അറിയാം, ഒന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കരമൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, അറിയാം, ഇന്ന് ഒത്തിരി എതിരുകൾ കാണുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ മുഴുവൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥനയോടെ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഓരോരുത്തരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, നീ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം, നീ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഭാഗം കൂടെ, ഇതുവരെയും എഴുന്നേൽപ്പിന് വിരോധമായി നിന്ന 3 ചിന്തകളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി വിശ്വസിക്കാമെങ്കിൽ ഇന്ന് വൈകിട്ട് ആരുടെയും വെളിയിൽ അഭിഷേകം വരാൻ പോകുകയാണ്. അഭിഷേകം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു.
അഭിഷേകം നിന്നെ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചവരായി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വന്നാൽ അറിയാം, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അഭിഷേകം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അഭിഷേകം നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഭയങ്കര തലത്തെ തുറക്കാൻ പോകുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഒരു കരം നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ അറിയാം. 40-ലധികം വർഷമായിട്ട് സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ അറിയാം ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനെ പത്രോസ് അഭിഷേകത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുക കർത്താവ്, നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സ്വീകരിക്കുക. പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേളിൽ വരുന്നു. അറിയാം, പ്രാർത്ഥനയോടുകൂടി എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹല്ലേലൂയ യെശയ്യാവ് 60-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരുമിച്ച് എൻ്റെ കൂടെ അറിയാം ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒന്ന് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, അടുത്ത് വന്ന് കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് വൈകിട്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ദൈവവചനത്തിനകത്ത് അഭിഷേകത്തിനകത്ത് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു ഹയർ തലത്തിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോവുകയാണ്. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പൂർണ്ണമായി വിശ്വസിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ മേളിൽ പ്രകാശം ഉദിച്ചിരിക്കുക, യഹോവയുടെ തേജസ് നിന്റെ മേളിൽ വന്നിരിക്കുകയാണ്. കർത്താവേ, ഇതിനകത്ത് നിൽക്കുന്ന ഇന്ന് വൈകിട്ട് നിൽക്കുന്നവർ ചിലവർ ഉയർന്ന തലത്തിലോട്ട് കാലുവയ്ക്കും, ചിലവർ അസാധാരണമായ ദൈവപ്രവൃത്തികൾ കാണും. നിങ്ങളുടെ മുമ്പിൽ പച്ചവെള്ളം വീഞ്ഞാകുന്നു നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ വാക്കിനകത്ത് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഭയങ്കര വിടുതലുകൾ കാണുകയാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ ആയതിനായി സ്തോത്രം. കർത്താവേ, കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവം ഇവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കൊല്ലം ജില്ലയുടെ ചവറ തെക്കുംഭാവം എന്ന പ്രദേശത്ത് നിന്ന് വരുന്നു. ഞാൻ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഒരു 3 വർഷം, ഓർമ്മ ശരിയാകുന്ന ഒരു 3-3.5 വർഷം മുമ്പ് ഞാൻ ദേവദാസിൻ്റെ സഭയിൽ വന്നു. എൻ്റെ മോൾ അമേരിക്കയിലാണ്. അന്ന് ജോലി കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയി. അവിടെ 3 പരീക്ഷ എഴുതാൻ പറ്റത്തുള്ള ഒരു ജോലിക്ക് അങ്ങനെ 2 പരീക്ഷ എഴുതി എൻ്റെ മോൾ തോറ്റുപോയി. അങ്ങനെ 3ാമതൊരു പരീക്ഷ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ദേവദാസിൻ്റെ അടുക്കൽ വന്നു. ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഈ പരീക്ഷ അവൾ ജയിക്കും. പിന്നെ ടി വിയിൽ 3 എപ്പിസോഡ് ടി വിയിൽ ആൻറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് അവിടെ വെച്ച പൈസ കൊടുത്തു. 3 എപ്പിസോഡ് ടി വിയിൽ ചെയ്തു. 3ഉം ഞങ്ങൾ കണ്ടു, പ്രാർത്ഥിച്ചു. അനേകായിരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോൾ ആ പരീക്ഷ ജയിക്കുവാനിടയായി. അത്ഭുതമെന്നല്ലാതെ എനിക്ക് ഈ പ്രാർത്ഥന ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഇന്നെൻ്റെ മോള് ഇന്ത്യൻ മണി 10 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ജോലി ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ അത്ഭുതത്തിനായി ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഒരു 3-3.5 വർഷം, ഒരു 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ നട്ടലിന് ഡിസ്കിന് കംപ്ലയിൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആയുർവേദത്തിൽ തടവാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് തലയ്ക്ക് ഒരു ഇതുണ്ടായി. തലയ്ക്ക് ചികിത്സിക്കാനൊരു സ്ഥലവും ഇല്ല. ലാസ്റ്റ് ഡോക്ടർമാർക്ക് കൊണ്ട് ചെല്ലുമ്പം പറയും, ആൻറ്റി പറയുന്നതെല്ലാം അറ്റാക്ക് വരുന്ന കാര്യങ്ങളാണ് ആൻറ്റിക്ക്. പക്ഷേ ഞങ്ങളുടെ ആ ടെസ്റ്റിലങ്ങ് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ അവിടുന്ന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഭർത്താവ് നേരെ മാസ്റ്റർ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈ കൊല്ലത്ത്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ഒരു വല്ലാത്ത ലെവലിലായിരുന്നു. എന്നെ കണ്ടാൽ പോലും ഭയപ്പെടത്തക്ക ഒരു രീതിയായിരുന്നു അന്ന് എൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ. ഞാൻ വല്ലാതായിപ്പോയി. പക്ഷേ ആ പ്രാർത്ഥനയിൽ അന്ന് എനിക്ക് ആ രോഗസൗഖ്യം അവിടെ വെച്ച് ഉണ്ടാകാനിടയായി. വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുകയാണ്. 2024 ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഭയങ്കര വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇവരെ സ്പർശിക്കണമേ അപ്പാ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇല്ലായ്മകളിൽ, ഇവരുടെ ജീവിതത്തിനകത്ത് ഇനി ഭയങ്കര ഞെരുക്കമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുടെ വെളിയിൽ അങ്ങനെ സമൃദ്ധിയുടെ കരമങ്ങ് നീട്ടണമേ അപ്പാ. വിതച്ചാൽ കൊയ്യുമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തി ദൈവത്തിന് വേണ്ടി നിന്ന് ഇവരെ അങ്ങ് തള്ളിക്കളയത്തില്ലല്ലോ അപ്പാ. ഉയർന്ന തലത്തിലോട്ട് അങ്ങ് നടത്താൻ പോകുന്നതിനായിട്ട്, ഹയർ ലെവലിലേക്ക് അങ്ങ് നടത്താൻ പോകുന്നതിനായിട്ട്
ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സീസൺ ആകട്ടെ അപ്പ. അറിയാം, ഞാൻ ഈ സമയത്ത് തന്നെ അറിയാം, മനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മനുവിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ഞാൻ ഈ സമയത്ത് തന്നെ എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസിയുടെ ജീവിതത്തിനകത്ത് കണ്ണുനീര് തീരാനല്ല ദൈവം വിളിച്ചത്, എൻ്റെ കുടുംബത്തിനകത്ത് ആകമാനം ഒരു മാറ്റം ദൈവം തരികയാണ്. ആത്മാവിൽ ഇപ്പോൾ എന്നെ കാണുന്ന കടബാധ്യതയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ് തകർന്ന് ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു പുതുക്കത്തിൻ്റെ സമയമാണ്, ഇതൊരു റെസ്റ്റോറേഷൻ്റെ സമയമാണ്, ഇതൊരു വിടുതലിൻ്റെ സമയമാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ മടക്കി വരുത്താൻ പോകുന്നു. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കർത്താവെ, ഞാൻ ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത്, ഇതുവരെയും കാണാത്തത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങട്ടെ. വലിയ വലിയ വാതിലുകൾ തുറക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ കാണട്ടെ. കർത്താവെ, ഞാൻ സൈമണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈമൺ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് പറയേണ്ട, ദൈവം വർധനവിൻ്റെ ദൈവമാണ്, ദൈവം ഹാർവസ്റ്റിൻ്റെ ദൈവമാണ്. ദൈവം തീർന്നെടുത്തുനിന്ന് നിങ്ങളെ കരം പിടിച്ച് മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. കർത്താവെ, ചില കുടുംബങ്ങൾ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തിൽ കാണുന്നവരുണ്ട്, ലോൺ അടയ്ക്കാൻ പറ്റാത്തവരുണ്ട്, ജീവിതത്തിനകത്ത് വഴികൾ അടഞ്ഞവരുണ്ട്, തലമുറയുടെ വിടുതലില്ലാത്തവരുണ്ട്. കർത്താവെ, അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ അസ്തി താഴ്വരയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവർക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ മറുപടികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ കരം ഇപ്പോൾ ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആണിപ്പാടുള്ള കരം അനേകരെ തൊടുകയാണല്ലോ. ഇപ്പോൾ വീടിനകത്ത് നിൽക്കുന്ന മദ്യപാന ശക്തികൾ മാറട്ടെ, തലമുറയെ കിട്ടി നിൽക്കുന്ന മയക്കുമരുന്നിൻ്റെ ശക്തികൾ മാറട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകളുടെ സാധ്യത, വലിയ മഴയ്ക്കുള്ള മുഴക്കം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടികൾ വരട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അതേപോലെ തന്നെ സാക്ഷ്യവും വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ 2024 തയ്യാറാകുന്നവർ, നിങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരുണ്ട്, തുച്ഛമായ പൈസ 2 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ കരം വീട്ടണമെന്ന് ഓർപ്പിക്കുന്നു. വലുത് ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് ആ നിധിഗുപ്തങ്ങളെ തുറക്കുന്നത് പോലെ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി അടഞ്ഞ മുഴുവൻ വഴികളും തുറക്കട്ടെ, അടഞ്ഞ മുഴുവൻ വാതിലുകളും തുറക്കട്ടെ, അത്ഭുതങ്ങൾ തുറക്കട്ടെ. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കൾക്കുമായിട്ട് പ്രത്യേകമായി ഒരു അറിയിപ്പ് ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു. ഇതുവരെയും കയറാത്തവർ വേഗത്തിൽ തന്നെ ഈ നമ്പറിൽ വിളിച്ച് സൂം ഐഡികൾ ചോദിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിച്ചാട്ടെ. അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. ഈ വർഷം അധികത്തിൽ നടത്തുന്ന ഹല്ലേലൂയ ഉയർന്ന തലത്തിലോട്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.